ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മസാല സ്ക്വിഡ് റൈസ് അല്ലെങ്കിൽ കണവ റൈസ്. ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 500 ഗ്രാം കണവ എടുത്തിട്ടുണ്ട്. ചില സ്ഥലത്ത് ഇതിന് കൂന്തൽ എന്നും പറയും. ഇത് മുറിക്കുന്നതും ക്ലീൻ ചെയ്യുന്നതുമായ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിരുന്നു. ഇത് അറിയാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ വിനീഗർ ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് നമുക്കിത് അടച്ചു വെക്കാം. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പാർ ബോയിൽഡ് റൈസ് 4 കപ്പാണ്. സാധാരണ ചോറ് വെക്കുന്ന റൈസാണ്, ബിരിയാണി റൈസ് അല്ല. ഇനി നമുക്കിത് 4-5 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുക്കാം. ഈ അരി വേവിച്ചെടുക്കാൻ വേണ്ടി ഞാനൊരു വലിയ പാത്രത്തിലേക്ക് ഏകദേശം 10 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. 4 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് വേവിച്ച് ഊറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും വെള്ളം ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ഇത് തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ചോറ് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ഏലക്കയും 3-4 ഗ്രാമ്പും ഇട്ട് കൊടുക്കാം. 1 നാരങ്ങയുടെ പകുതി ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളെ ചോറ് 1/4 ഭാഗം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കണം. അപ്പോൾ ചോറ് ഊറ്റിയെടുത്ത് കഴിഞ്ഞു. ഇനി ഒരു കടായി ചൂടാക്കാൻ വെക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഉള്ളി വളരെ നൈസായിട്ട് കട്ട് ചെയ്തിരുന്നു, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. ഇതിലേക്ക് തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഈ എണ്ണയിൽ തന്നെ കണവ ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് റൗണ്ടിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് അധിക നേരം വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അധിക നേരം ഇത് വേവിച്ചെടുക്കുമ്പോൾ റബ്ബർ പോലെ ആയിപ്പോകും. ഏകദേശം ഒരു 6-7 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. കണവ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുത്ത് മാറ്റി വെക്കാം. ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചി ഞാൻ എടുത്തിരുന്നു, അത് ചെറുതായി ചതച്ചെടുത്തതാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്, അതും ചതച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിരുന്നു, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 വലിയ ഉള്ളി ഞാൻ അരിഞ്ഞു വെച്ചിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി വാടി വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വഴറ്റി കൊടുക്കാൻ, അല്ലാതെ പൊടികളെല്ലാം കരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. 3 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞു വെച്ചിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി വാടി വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. കറിവേപ്പില കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കണവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം. കണവ റൈസ് ദം ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം.
ചോറ് ഇതുപോലെ നിരത്തി വെച്ചതിന് ശേഷം ക്യാരറ്റ് അരിഞ്ഞു വെച്ചിരുന്നു, അത് ഇതിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കണവ മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നിരത്തി വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോറ് കൂടി ഇട്ട് കൊടുക്കാം. കണവ മസാല ബാക്കിയുള്ളതും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ചോറ് കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇട്ട് കൊടുക്കാം. കണവ ഞാൻ കുറച്ച് മാറ്റി വെച്ചിരുന്നു, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അവസാനമായി ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് നെയ്യ് ഉരുക്കി വെച്ചിരുന്നു, അത് ഇതിലേക്ക് ചുറ്റിലും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോഴേക്കും കണവ റൈസ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം നമ്മുടെ കണവ റൈസ് എളുപ്പത്തിൽ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബൈ.